കൊല്ലത്തു നിന്നുള്ളൊരു കുടുംബം അമേരിക്കയിലെ കാലിഫോർണിയയിൽ കൊല്ലപ്പെട്ട കാര്യം അത് കൊലപാതകമാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ വാർത്ത വരുന്നുണ്ട്. കാലിഫോർണിയയിലെ നടുക്കം. കാലിഫോർണിയയിലെ 4 അംഗ മലയാളി കുടുംബത്തിൻ്റെ മരണം കൊലപാതകമാണെന്ന് പോലീസ് ഏകദേശം സ്ഥിരീകരിക്കുന്നു. ആനന്ദ് സുജിത് ഹെൻറി തൻ്റെ ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ജീവൻ ഒടുക്കിയതാണ് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് 4 അംഗ കുടുംബത്തെ മരിച്ച നിലയിൽ വീട്ടിനുള്ളിൽ കണ്ടെത്തിയത്. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. ഈ പോലീസിൻ്റെ കണ്ടെത്തലിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ? ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണോ ഈ കാര്യം പോലീസ് വെളിപ്പെടുത്തുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഈ കുടുംബത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്? കാലിഫോർണിയയിലെ സാൻ മറ്റോയിലെ ഈ 4 അംഗ മലയാളി കുടുംബത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വിശദീകരണവും ഔദ്യോഗിക സ്ഥിരീകരണവുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മരിച്ചവരുടെ പേരുകളും അതുപോലെ ഈ അവരുടെ വിശദാംശങ്ങളും ഒക്കെ നേരത്തെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ കൊടുത്തിരുന്നുവെങ്കിലും ഈ അടുത്ത ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതോടെയാണ് ഈ പോലീസ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് പോലീസ് ഈ പേരുകൾ ഔദ്യോഗികമായി പുറത്തുവിടുന്നത്. ആനന്ദ് സുജിത് ഹെൻറി, ഭാര്യ ആലീസ് പ്രിയങ്ക, അവരുടെ ഇരട്ടക്കുട്ടികളായ നോഹ, നേഥൻ എന്നിവരുടെ മരണം സംഭവിച്ചതുമായിട്ടുള്ള അന്വേഷണം തുടരുകയാണെന്നും പോലീസിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ആഴ്ച വരെ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ആലീസിന്റെ മാതാവ് കേരളത്തിൽ എത്തിയതിനു ശേഷം ഇരുവരെയും അതുപോലെ ഈ കുട്ടികളെ നോക്കാനായിട്ട് ഒരു സ്ത്രീയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരെയും ഒക്കെ ബന്ധപ്പെടുവാൻ ശ്രമിച്ചിട്ട് കിട്ടാതായപ്പോഴാണ് ഒരാൾ വഴി പോലീസിനെ സമീപിക്കുന്നത്. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാകാം ഈ കൊലപാതകവും ആത്മഹത്യയും നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഈ കുട്ടികളുടെ മരണകാരണം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. പതോളജി റിപ്പോർട്ട് വരാനായി പോലീസ് കാത്തിരിക്കുകയാണ്. ഭാര്യയെ പല പ്രാവശ്യം വെടിവെച്ച് മരണം ഉറപ്പാക്കിയതിനു ശേഷം സ്വയം തലയ്ക്ക് ഒരു പ്രാവശ്യം വെടിവെച്ചാണ് ആനന്ദ് ഹെൻറി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. ആനന്ദിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു 9mm കൈത്തോക്കാണ്. ഈ തോക്കിന്റെ ലൈസൻസും ആനന്ദിന് ഉണ്ടായിരുന്നു. ഗാർഹിക പ്രശ്നങ്ങളുമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഈ വീട്ടിൽ നിന്ന് മുമ്പ് ഒരിക്കലും പോലീസിന് ഒരു പരാതിയോ അല്ലെങ്കിൽ ഇടപെടേണ്ട ഒരു സാഹചര്യമോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. 2020 ആകെ ഒരു വന്യജീവി ഈ വീടിന്റെ പരിസരത്തെത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരേ ഒരു ഫോൺ കോൾ മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഈ ദുരന്തത്തിന്റെ പിന്നിലെ കാരണങ്ങൾ ഊർജിതമായി അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞ പോലീസ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ഈ ഗാർഹിക പീഡനങ്ങളും അതുപോലെ മാനസിക പ്രശ്നങ്ങളും ഒക്കെ കൃത്യസമയത്ത് അറിയിച്ചാൽ അത്തരം വിഷയങ്ങൾക്ക് വേണ്ട പരിഹാര നടപടികൾ കാണുവാനും ഇത്തരം ദുരന്തങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കുവാനുമുള്ള സംവിധാനങ്ങളൊക്കെ നിലവിലുണ്ടെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കണമെന്ന് പോലീസ് എടുത്തു പറയുകയും ചെയ്തു. 9 വർഷം മുമ്പ് കൊല്ലത്ത് നിന്ന് ആദ്യം അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ് ഇരുവരും എത്തുന്നത്. തുടർന്ന് കാലിഫോർണിയയിൽ എത്തിയ ശേഷം ഇവർ പല പ്രാവശ്യം വീടുകളൊക്കെ മാറിയതിനു ശേഷം വളരെ വില കൂടിയ ഒരു വീടാണ് ഇപ്പോൾ താമസിച്ചിരുന്ന ഈ വീട്. ഏകദേശം 20 ലക്ഷം US$ മുകളിൽ വിലയുണ്ടായിരുന്നു ഈ വലിപ്പമേറിയ ഈ വീടിന്. 2016 എന്നാൽ വിവാഹമോചനത്തിനായി ആനന്ദ് കോടതിയെ സമീപിച്ചെങ്കിലും പിന്നീട് അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിരുന്നില്ല. തുടർന്നാണ് ഇവർക്ക് ഇരട്ടക്കുട്ടികൾ ഉണ്ടാകുകയും ഇരുവരും വളരെ സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചിരുന്നതെന്നാണ് അയൽവാസികൾ വ്യക്തമാക്കുന്നത്. മധു, യഥാർത്ഥത്തിൽ ഈ കൊല്ലത്തു നിന്നുള്ള ഏതെങ്കിലും ബന്ധുക്കൾ അമേരിക്കയിൽ എത്തിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം നമുക്ക് ലഭിച്ചോ? ഈ ഭാര്യയുടെ മാതാവ് അമേരിക്കയിൽ എത്തിയാണ് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് അങ്ങനെയാണ് ഈ പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതെന്നാണ് ഈ നമുക്ക് സ്ഥിരീകരിക്കാത്ത ഒരു വിവരം കിട്ടിയിരിക്കുന്നത്. പോലീസ് ഇത് ഔദ്യോഗികമായി പറഞ്ഞിട്ടുമില്ല. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. കാലിഫോർണിയയിൽ കൊല്ലപ്പെട്ട 4 പേർ, അതായത് ഭർത്താവ് ഭാര്യയെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം കുട്ടികളെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നൊരു നിരീക്ഷണത്തിലാണ് ഇപ്പോൾ കാലിഫോർണിയയിലെ പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ കാര്യമാണ്. കുറച്ചധികം കാലമായി കാലിഫോർണിയയിൽ താമസിക്കുന്നവരാണ് അവസാനം മരണത്തിന് അല്ലെങ്കിൽ കൊലപാതകത്തിന് കീഴടങ്ങിയിരിക്കുന്നത്.